ഹലോ അസ്സാം വലൈക്കും. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ മുറ്റത്ത് വന്നിരിക്കണം കേട്ടോ. കാണിച്ചുതരാം. ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇവിടെ ഒരു പഴയൊരു സോഫ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ വന്നിരിക്കും ഞാനും ലാമി. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മളെ നെജിലാൻ്റെ അസ്രൂറ ഫാത്തിമ അവരെ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ അവർ വിഷമം എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും വിഷമമായി. സത്യം പറഞ്ഞാൽ ആരെങ്കിലും വിഷമം കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു അന്നത്തെ ദിവസം ഒരു എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ ഒന്നിനൊരു മൂഡുണ്ടാവില്ല. അതിങ്ങനെ മനസ്സിൽ കടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരാ സംസാരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മനസ്സിൽ. ഫുള്ളൊന്നും ഞാൻ കണ്ടിട്ടില്ല, കുറച്ചേ കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് മതിയായി. പാവം. എന്തായാലും അവരുടെ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് അറിയാം. പക്ഷേ നെഗറ്റീവ് കമൻറ്റ് അവരെ ഒന്നും കൂടി തകർക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ മെനക്കെട്ട് കഷ്ടപ്പെട്ട് അവരെ നെറ്റും ചിലവാക്കി കാണുകയാണ്. താല്പര്യമില്ലാത്ത ആളുകളുടെ വീഡിയോസ് കാണാതിരുന്നാൽ പോരെ. എന്തിനാണ് വെറുതെ അവർ വീഡിയോ കണ്ടിട്ട് അവർക്ക് നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെന്നെ പറയുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾ പബ്ലിക്കിൽ അവർ എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആ വിഷമങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം നമ്മളിരുന്ന് കേട്ടിട്ട് അവസാനം അവരെങ്ങനെ നെഗറ്റീവ് പറയേണ്ട കാര്യമൊന്നുമില്ല. നെഗറ്റീവ് പറഞ്ഞാൽ അവരെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടോ. ലോകത്ത് ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. എല്ലാവരും ഒന്നും ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറയുന്നില്ല, നമുക്കത് അറിയണമില്ല. എനിക്ക് നെജ്ലാൻ്റെ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ തിങ്ങി വിങ്ങി നിന്ന് അത് മാക്സിമം മനസ്സിൽ ഒതുക്കി പിടിച്ച് ജീവിച്ചിട്ട് അവസാനം എല്ലാവരോടും ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് മനസ്സ് തുറക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അവൾക്ക് പോസിറ്റീവ് കമൻറ്റുകളൊന്നും കൊടുക്കണ്ട. ഓക്കെ, അത് അവരാണ് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ നെഗറ്റീവ് കമൻറ്റ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. കാരണം എപ്പോഴാണ് ഇങ്ങനെയുള്ള വിഷമങ്ങൾ നമ്മളെ കുടുംബത്തേക്ക് കയറി വരിക, നമുക്ക് എപ്പോഴാണ് ഇങ്ങനത്തെ വിഷമങ്ങൾ സഹിക്കേണ്ടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഒന്ന് എന്തിനാണ് ആ പാവത്തിൻ്റെ ലൈഫിൽ ചെന്നിട്ട് ഇങ്ങനെ ആളുകൾ ചൊറിയണത് എനിക്ക് മനസ്സിലാവണില്ല. കാരണം അവർ ആർക്കും ഒരു ദോഷം ചെയ്യണില്ല. അവരെ കുടുംബകഥകൾ കാര്യങ്ങൾ പറയുകയാണ്. കാരണം അറിയാലോ, വരുമാനത്തിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഓരോന്ന് പറയുന്നതും ഇതാണ്. അപ്പോൾ അവർക്ക് ആ മാനസികമായിട്ടുള്ള ഭാരം ഒന്ന് ഇറക്കി വെച്ചതായിരിക്കും അവർ വിഷമങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ കുറേ ആളുകൾ നീ രണ്ടാമത് കെട്ടിയതല്ലേ, മൂന്നാമത് കെട്ടിയില്ലേ, മൂന്നെണ്ണം കെട്ടിയില്ലേ, മൂന്നാമത്തെ കുട്ടി മൂന്നാമത്തേലുള്ള അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ അവർക്ക് വിഷമങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരോടൊന്നും തുറന്ന് പറഞ്ഞു. കാരണം അവരൊരിക്കലും മൂന്നാമതും നാലാമതും കെട്ടണം എന്ന് ആഗ്രഹിച്ച് വരുന്ന വ്യക്തികളല്ല അല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ ഓരോരുത്തർക്കും എത്ര നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം, നമ്മളെ മക്കൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ആ സമയത്തൊന്നും നമ്മളൊരിക്കലും ഇവളെ ഒഴിവാക്കിയിട്ട് അടുത്തത് കെട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ കെട്ടിച്ചു കൊടുക്കുന്നത്, കെട്ടിക്കൊണ്ടിരണമെന്നും. പക്ഷേ അതങ്ങനെ സംഭവിച്ച് പോണതാണ്, ഓരോരുത്തരുടെ വിധിയാണത്. അപ്പോൾ അവളെ വിഷമങ്ങൾ പറയുമ്പോൾ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനി പോസിറ്റീവ് കമൻറ്റ് ഇടാൻ നമുക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട. പക്ഷേ നെഗറ്റീവ് കമൻറ്റ് മാക്സിമം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. എന്തിനാണ് ആ പാവത്തിനെ അവളൊക്കെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് തകർക്കാൻ എങ്ങനെയൊക്കെ പറ്റണതെന്ന് ഞാൻ ആലോചിച്ച് നോക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, നെജിലാക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ തുടക്കത്തിൽ. അത് ഒരു പോസിറ്റീവ് വീഡിയോ ആയിരുന്നു കേട്ടോ. അല്ലാതെ നെഗറ്റീവ് ഒരാളെയും കുറിച്ച് നമുക്ക് അവരെ പറ്റണില്ല, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ നെഗറ്റീവും പറയണ്ട പോസിറ്റീവും പറയണ്ട. മാക്സിമം നമ്മുടെ ഒരു വാക്ക് കേട്ടിട്ട് അവർക്ക് നല്ലൊരാൾക്കും വിഷമം വരരുതെന്ന് മാക്സിമം ചിന്തിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുക. അവർ കഷ്ടപ്പെട്ട് അവരെ വിഷമം പറയുമ്പോൾ അതെടുത്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് വീഡിയോസ് ചെയ്തിട്ട് അതിൽ നെഗറ്റീവ് കമൻറ്റ് നിറക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ അവർക്ക് തകർച്ചയിലൂടെ ഒന്നും കൂടി തകരാനുള്ളൊരു വകുപ്പ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് വിഷമമുള്ളൊരു വ്യക്തിയാണെന്ന് അവരെന്നെ തുറന്ന് പറയുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട് എന്ന്. കാരണം എത്രയും 30-32 വയസ്സായിട്ടുള്ളൂ പാവം. അപ്പോൾ എത്രയും അനുഭവിച്ചു, അങ്ങനെ അനുഭവിച്ചവർ തന്നെയാണ് എല്ലാവരും അനുഭവിക്കുന്നവരും ഉണ്ടാവും. അത് കരുതിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അവരവരുടെ വിഷമങ്ങൾ യൂട്യൂബിൽ പറയാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയെന്നും വരില്ല. അപ്പോൾ അവൾക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം കിട്ടി, അവർ മറ്റുള്ളവർ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലാതെ സപ്പോർട്ട് ചെയ്യാത്തവർ നെഗറ്റീവ് കമൻറ്റ് വന്ന് നിറച്ചോളുന്നല്ല. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണ്ട, പക്ഷേ ഒരിക്കലും വേദനിപ്പിക്കാതെ മാക്സിമം നോക്കുക. കാരണം ഒരു നെഗറ്റീവ് കമൻറ്റ് ചിലപ്പോൾ ബോൾഡായി സംസാരിക്കണമൊക്കെ ഉണ്ടാവും. എനിക്ക് തേങ്ങയില്ല, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ വിഷമമാകും. എന്തിനാണ് വെറുതെ. നെജ്ല എന്നല്ല, ആരെ ആയാലും നമുക്ക് ഒരു വീഡിയോ കാണും. സ്വാഭാവികമായിട്ട് നമ്മളെ കയ്യിൽ മൊബൈലുള്ള കാരണം നമ്മളെല്ലാവരുടെയും വീഡിയോസൊക്കെ കാണും. നമുക്ക് താല്പര്യമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കി അടുത്ത വീഡിയോ കാണാം. നമുക്ക് അവരത് കാണണമെന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവരെ സപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ നല്ല വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നല്ല വാക്ക് അറിയിക്കാം. പക്ഷേ ഒരിക്കലും നെഗറ്റീവ് വാക്ക് അറിയിക്കാതിരിക്കുക. കാരണം നമ്മൾ ആ പേരിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ ആ പേരൊന്ന് വായിച്ചിട്ട് അവർ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതൊരു ശാപമാണ്. കാരണം
അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ആൺതുണ ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പെൺകുട്ടി. അവളെ 3 മക്കളെ നോക്കുന്നത്. അവൾ 2ാമത് കെട്ടി 3ാമത് കെട്ടി, അതൊന്നും ആരും നോക്കണ്ട. കാരണം വെച്ചാൽ അത് അവളുടെ വിധിയാണ്. അല്ലാതെ അവളിങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ വരിവരിയായിട്ട് കെട്ടാൻ ആഗ്രഹിച്ചിട്ടല്ല, അവൾ വിധിയാണത്. മനസ്സിലായേ? പിന്നെ അതേമാതിരി അവളിപ്പോൾ പറയുന്നുണ്ട് 3ാമത് ഇനി ഒരു കല്യാണം അവൾക്ക് ജീവിതത്തിൽ ഇല്ലയെന്ന്. കാരണം 32 വയസ്സായപ്പോഴേക്കും ജീവിതം കഴിഞ്ഞ അവസ്ഥ. 32 വയസ്സായപ്പോഴേക്കും 3 മക്കളായിട്ട് പ്രാരാബ്ധമായി. ഭർത്താവും ഇല്ല, മക്കൾക്ക് ബാപ്പ ഇല്ല, ഉണ്ടായിട്ടും ഇല്ല, എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഇത് തുറന്ന് പറയാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. ഇനി പ്ലാറ്റ്ഫോം ഉണ്ടായാലും എല്ലാം തുറന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ അവൾക്ക് അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളെല്ലാം തുറന്ന് പറയണു. അപ്പോൾ അത് മുതലെടുത്തിട്ട് അവരെ അങ്ങനെ അല്ലടി, ഇങ്ങനെ അല്ലടി, നിന്നെ 2ാമത് കെട്ടിച്ചതല്ലടി, 3ാമത് കെട്ടിച്ചതല്ലടി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ പാവത്തിന് എന്തിനാണ് വേദനിപ്പിക്കുന്നത്? നമ്മളെ കുടുംബത്തിലും അവളുടെ ശാപം കിട്ടിയിട്ട് നമ്മളെ കുടുംബത്തിലും അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാവണം. അപ്പോൾ എന്തിനാണ് അതിലിപ്പോൾ എന്ത് സന്തോഷമാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ കിട്ടണത് എനിക്ക് മനസ്സിലാവണില്ല. കാരണം അവൾ ആ ഭാഗത്തിന്, കാരണം അത് അതിൻ്റെതായ പാട്ടിന് കഷ്ടപ്പെട്ട് ജീവിക്കണു. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അതിപ്പോൾ നാട്ടിലുള്ളവരെല്ലാവരും അറിയുന്നു. അവളെ വിഷമം അവൾ തുറന്ന് പറയണു. അല്ലാതെ അവൾ മറച്ച് വെച്ചിട്ട് നടക്കുന്നൊന്നുമില്ല, എല്ലാം തുറന്ന് പറയുകയാണ് ചെയ്യണത്. അപ്പോൾ അതിലിപ്പോൾ ഒരു നെഗറ്റീവ് കരുതേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ എന്നെ 2ാമത് കെട്ടി, അത് അവളായിട്ട് ഉണ്ടാക്കി ഇതല്ലല്ലോ. 2ാമതും കല്യാണം കഴിച്ചത്, 3ാമത് കല്യാണം കഴിച്ചു, അതും ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതൊക്കെ എല്ലാ വിഷമങ്ങളും അവൾ തുറന്ന് പറയുന്നുണ്ട്. വഴിയേ പറയുള്ളൂ, അല്ല ഒറ്റയടിക്കടെ എല്ലാം പറയൂലല്ലോ. അതിപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കേട്ടതും ആയിരിക്കില്ല, ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും കുറേ കാര്യങ്ങൾ അവൾക്ക് പറയാനുണ്ടാവും. കാരണം അത്രയും അനുഭവിച്ചിട്ടുണ്ട്. അവൾ തന്നെ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഉണങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ടല്ലേ, പാവം അത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടാണത്. അപ്പോൾ അവളെ സ്ഥാനത്ത് നമ്മളായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്ക്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? അവളെ പോലെ ചിലപ്പോൾ പിടിച്ച് നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. പിന്നെ അവൾ പറഞ്ഞ പോലെ 2ാമത് കല്യാണം കഴിക്കാൻ, അല്ല ഇനി 2ാമതല്ല, അപ്പോൾ അവൾ 3 കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഈ 4ാമത് കല്യാണം കഴിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ല എന്ന് അവൾ പറഞ്ഞു. എനിക്കും പറയാനുള്ളത് തന്നെയാണ്, ഒരിക്കലും കല്യാണം കഴിക്കണ്ട, ഒറ്റയ്ക്ക് നിൽക്കുക തന്നെയാണ് നല്ലത്. കാരണം വെച്ചാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ കല്യാണം കഴിച്ചത് നേരായിട്ടില്ലെങ്കിൽ 2ാമത് 3ാമത് കഴിച്ചാൽ ആ ചക്കരയും തേനൊക്കെ വിട്ട് കഴിഞ്ഞാൽ ആ ഫസ്റ്റത്തെ ആ മധു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവർക്കൊരു ഭാരമാവും. പിന്നെ അവർക്ക് അവരെ കുടുംബം, അവരെ മക്കൾ, അവരത് അങ്ങോട്ട് ഉള്ള ചിന്ത മാത്രമായിരിക്കും. അല്ലാതെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമുക്കും ഉണ്ടൊരു ജീവിതം, നമ്മൾ ഏതായാലും കെട്ടി അവരെ നോക്കണം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവരെ മനസ്സിൽ നിന്ന് പോകും. അവർക്ക് സ്വാർത്ഥതയാകും. കാരണം അവരുടെ മക്കൾ, അവരെ കുടുംബം, അവരെ ആ ചിന്തയായിരിക്കും. സ്വന്തം മക്കളെ വേറെ കണ്ണുകൊണ്ട് കാണും, മറ്റേ മക്കളെ വേറെ കണ്ണുകൊണ്ട് കാണും. അങ്ങനെയൊക്കെ അതൊക്കെ സഹിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ തയ്യാറാകണോട് മാത്രം 2ാമത്. കുറേ ആളുകൾ, ഞാൻ ആദ്യത്തെ ഡൈവോഴ്സായി, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും കല്യാണം നോക്കണമെന്ന് മാതാപിതാക്കളും ചിന്തിക്കുന്നുണ്ട്, ഈ പെൺകുട്ടികളും ചിന്തിക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഡൈവോഴ്സായി, ഇനി 2ാമത്തെ ആളെ നോക്കണം. 2ാമത്തെ ആളെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആദ്യത്തെ ആളെ സ്നേഹമോ കാര്യങ്ങളൊന്നും ആദ്യത്തേതേ കൊളായി. ഇനിയിപ്പോൾ 2ാമത്തും കൂടി പോയിട്ട് വീണ്ടും 2ാമതും കല്യാണം കഴിച്ചെന്നൊരു പേര് വരുത്താതിരിക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം ചിലത് നല്ല സന്തോഷമായിട്ട് ജീവിച്ച് പോകുന്ന കുടുംബങ്ങളുണ്ട്, ചിലത് കുറേ കാലമൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചിട്ട് പിന്നെ സ്വന്തം കാര്യം നോക്കി, പ്രായമാകും തോറും സ്വന്തം കാര്യങ്ങൾ നോക്കി അവരവരെ ഇഷ്ടത്തിന് ഇതാണ്ടാവും. പക്ഷേ ചില പെണ്ണുങ്ങൾ എല്ലാം സഹിച്ച് ഒതുക്കി മനസ്സിൽ വെച്ച് വിഷമം കരഞ്ഞും തീർത്ത് അങ്ങനെ സഹിച്ച് ജീവിക്കും, ആർക്കോ വേണ്ടിയിട്ട് ജീവിക്കും. കാരണം അവർക്ക് ഇനി വേറൊരു കല്യാണം കഴിക്കാനും പറ്റില്ല, അവരെ നല്ല പ്രായവും കഴിഞ്ഞു. എന്നാൽ ഇവർ കെട്ടിയ ആളുകൾ നല്ലൊരു ഭാവി കൊടുക്കുമോ, അതും കൊടുക്കില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അതായത് കയറില്ലാതെ കെട്ടിയിടുന്ന ഒരവസ്ഥ. അപ്പോൾ മൊത്തത്തിൽ തകർന്നു. ഫസ്റ്റത്തത് ഇങ്ങനെ, 2ാമത്തോ ഇങ്ങനെ, 3ാമത്തോ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ഇനി 4ാമതൊന്നും കെട്ടാൻ ഒരിക്കലും തയ്യാറാവില്ല. ഇനി തയ്യാറാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടാന്ന് തന്നെ തീരുമാനിക്കുക. അവനാണ് മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. നമ്മൾ എല്ലാം മാക്സിമം നമ്മൾ സഹിച്ച് നിൽക്കും, മാക്സിമം നമ്മൾ പിടിച്ച് നിൽക്കാനൊക്കെ നോക്കും. പക്ഷേ സഹി കെടുമ്പോൾ നമുക്ക് ഒന്നും ചോദിക്കാനും വയ്യ, പറയാനും വയ്യ. എന്നാൽ പിന്നെ അവർ നമ്മളെ കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കും, അതും ചെയ്യൂല. വല്ലാത്തൊരു ഗതികേടിട്ട അവസ്ഥ ഉണ്ട്. അതൊക്കെ ഈ 2ാമതും ഇപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നുണ്ട്, എൻ്റെ മോളെ ആദ്യത്തെ ഡൈവേഴ്സായി, ഇനി 2ാമത് കെട്ടിക്കണം. ഈ 2ാമത് കെട്ടിക്കുന്ന ചിലർ 2ാമത് കെട്ടണവർ നന്നായിട്ട് നോക്കും, സ്വന്തം കുടുംബത്തിനെ നോക്കും പോലെ തന്നെ 2ാമത് വന്ന് കെട്ടണവരും നോക്കും. ചിലർ കുറച്ചാലൊക്കെ നോക്കിയിട്ട് അവോയ്ഡ് ചെയ്യും. പക്ഷേ ആ അവോയ്ഡിങ് സഹിച്ച് പിന്നെ അത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. മറ്റുള്ളവരോട് പറയാനും പറ്റില്ല, വിഷമങ്ങൾ പറയാനും പറ്റില്ല. എന്നാൽ ഇവർ നമ്മളെ കെയർ ചെയ്ത് നോക്കും, അതുമില്ല. എന്നാൽ പിന്നെ ഇനി അടുത്തൊരു ജീവിതം നമുക്ക് കിട്ടുമോ, അതുമില്ല. ആ ജീവിതം ഇവിടെ അങ്ങനെ ക്ലോസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ മാക്സിമം ആദ്യത്തെ ഡൈവേഴ്സ് കഴിക്കണമെങ്കിൽ പിന്നെ 2ാമത് കല്യാണം കഴിക്കാതിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം വെച്ചാൽ കണ്ടുകൊടുത്തോളം കേട്ടുകൊടുത്തോളം മൊത്തം ഇങ്ങനെയാണ്. 2ാമത്തെ മറ്റേ ചക്കരയും തേനയും പാലും കൂടി കൂട്ടി കുഴച്ചതുണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വാർത്ഥതയാണ്, അവരെ കാര്യം നോക്കുള്ളൂ. അപ്പോൾ പിന്നെ ആ മാക്സിമം അവർക്ക് ഭാരം കൊടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മാറിപ്പോകാൻ നോക്കും. അപ്പോഴും പഴി ഈ പെണ്ണുങ്ങൾക്കാവും. 2ാമത്തെ ഒഴിവാക്കി ഇപ്പോൾ 3ാമത്തെ ഒഴിവാക്കി 4ാമത്തായി എന്നൊക്കെ പറയും. അപ്പോൾ അതിനെക്കാളും നല്ല എന്താണെന്ന് അറിയോ, ഫസ്റ്റിലൊരു കല്യാണം എന്തായാലും വേണമല്ലോ, അങ്ങനെയാണല്ലോ.
അപ്പോൾ ആ കല്യാണം സക്സസ് ആയി നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല, ഡൈവേഴ്സ് ആയിരുന്നുണ്ടെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കണ്ട. ഒറ്റയ്ക്ക് ആ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ പറയാം, പിന്നെ അവസാന കാലത്ത് ആരും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പറയും. അവസാനത്ത് പടച്ചോനാണല്ലോ എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി അതിന് കണ്ടിട്ടുണ്ടാവും. നമ്മൾ അവസാന കാലത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ഈ കാലത്ത് തന്നെ നോക്കണില്ല, നല്ല കാലത്ത് നോക്കണില്ല, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കാലത്ത് നോക്കണത് ഒരിക്കലും സംഭവിക്കാൻ പോകണില്ല. അപ്പോൾ അള്ളാഹു അതിനുള്ള മാർഗ്ഗം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. എടുത്ത് ചാടി രണ്ടാമതും മൂന്നാമതും നാലാമതൊന്നും കല്യാണം കഴിക്കണ്ട. നജ്ല പറഞ്ഞതാണ് കറക്റ്റ്. പിന്നെ മാക്സിമം നജ്ലാനെ നെഗറ്റീവ് കമൻറ്റ് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അവൾ എങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ. നമുക്കറിയാം നമ്മളെ വീട്ടിൽ അവളൊരു പാത്രം കൊണ്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ കയറിയിട്ട് അവൾ എന്തെങ്കിലും പറയുന്നുണ്ടോ, നിങ്ങൾ അങ്ങനെ എങ്ങനെ എന്തെങ്കിലും വെച്ചാൽ നമുക്കൊരു നെഗറ്റീവ് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കറിയെങ്കിലും ഒരു പേരുദോഷം കേൾപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നജ്ല ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ അവൾ അല്ലെങ്കിൽ ഹറാമായിട്ട് നടക്കുക, അല്ലെങ്കിൽ ശരീരം കാണിച്ചിട്ട് പ്രദർശിപ്പിച്ചിട്ട് വീഡിയോ ചെയ്യുക, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടാം. എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇതങ്ങനെയൊന്നുള്ളത് മാന്യമായിട്ട് അവളെ വിഷമങ്ങളും അവളെ കുട്ടികളെ കാര്യങ്ങളും അവളെ സന്തോഷവും ദുഃഖവും അവൾ പ്ലാറ്റ്ഫോമിൽ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം അങ്ങനെ പാവപ്പെട്ട അവളെ നല്ല എല്ലാ പാവപ്പെട്ട സ്ത്രീകളും ആരെങ്കിലും യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പോസിറ്റീവും പറയണ്ട നെഗറ്റീവും പറയണ്ട, അവരെ വീഡിയോ നിങ്ങൾ കട്ട് ചെയ്ത് അടുത്ത വീഡിയോ കണ്ടുപോവുക. അല്ലാതെ അവരെ അല്ലെങ്കിൽ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ള ആരും ഫേമസ് ആകാൻ വന്നവരൊന്നും യൂട്യൂബിൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊന്നും ഫേമസ് ആകാനോ നാട്ടുകാരെ കാണിക്കാനും വരുന്നവരുണ്ടാവില്ല. പക്ഷേ ഗതികേട് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ മുഖം കാണിച്ചുകൊണ്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്യണത്. അത് നിങ്ങളെപ്പോലുള്ള സഹോദരന്മാർ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്, അല്ലാതെ നെഗറ്റീവ് ഇട്ടിട്ട് അവരെ തകർക്കും അങ്ങനെ വിചാരിച്ചിട്ടല്ല. അപ്പോൾ നെഗറ്റീവ് ഇട്ടാൽ ഞങ്ങൾ തകരൂല അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. നല്ല മാനസികമായിട്ട് വിഷമങ്ങളുണ്ടാവും. നമുക്ക് ആരെയും ശാപം ഒന്നും ഏൽക്കാതിരിക്കട്ടെ. ഏതെങ്കിലും പെണ്ണുങ്ങൾ, കാരണം നമുക്കുണ്ട് പെങ്ങന്മാരും അനിയത്തിമാരും ഏട്ടത്തിമാരും എല്ലാവരും ഉണ്ട് അല്ലേ, ഭാര്യമാരൊക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന പുരുഷന്മാരാണെങ്കിൽ അവർ ചിന്തിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഭാര്യയും ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെ എൻ്റെ മക്കളും മൂന്നാളാണ് ഭർത്താവ് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ അതിൽ മാന്യമായിട്ട് വീഡിയോ ഇടുമ്പോൾ അതിൽ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ അവൾക്ക് വിഷമാകുമെന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ അവരുടെ പെങ്ങന്മാരോ മക്കളോ ആർക്കെങ്കിലും ഈ ഒരു ഗതി വന്നാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആർക്കും നെഗറ്റീവ് കമൻറ്റ് ഇടാൻ തോന്നില്ല. ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ അവർക്ക് ഈ അവസ്ഥ വന്നാലുള്ള ഒന്ന് ചിന്തിച്ച് നോക്കുക. മക്കൾക്കോ അല്ലെങ്കിൽ അനിയത്തിമാർക്കോ ജ്യേഷ്ഠത്തിക്കോ അല്ലെങ്കിൽ അമ്മക്ക് തന്നെ ഇങ്ങനൊരു അവസ്ഥ ആ പെൺകുട്ടിൻ്റെ അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ കമൻറ്റ് ഇടുക. സപ്പോർട്ടൊന്നും ചെയ്യണ്ട. നിങ്ങൾ നജ്ലാലെന്നല്ല എന്നെ ആരും സപ്പോർട്ട് ചെയ്യണ്ട, പക്ഷേ നെഗറ്റീവ് കമൻറ്റ് ഒഴിവാക്കുക. ഉപദ്രവിക്കരുത്. അതായത് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ തോന്നാതിരിക്കട്ടെ, നമ്മൾ കാരണം ആരും വേദനിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സമാധാനം സന്തോഷം എല്ലാം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് തന്നെ പറയാനുള്ളത്, നമുക്ക് 100 ആളുടെ കയ്യിൽ 99 ഉള്ളിലൂടെ വൈരാഗ്യവും ശത്രുതയും ഉള്ള ആളുകളാണ് കൂടുതലുള്ളത്. പക്ഷേ അത് അത് പടച്ചോനും അവരും തമ്മിലായിക്കോളും. നമ്മൾ ആർക്കും ദോഷമില്ലാതെ ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ കാരണം ബുദ്ധിമുട്ടോ വിഷമങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, സോറി, അതിന് മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാം ഒന്ന് ശ്രദ്ധിക്കണം എന്നും കൂടി പറയാണ്. പിന്നെ നല്ല സഹോദരിമാരും ഉണ്ട്, സഹോദരന്മാരും ഉണ്ട്, മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്നുകൂടി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.